എൻ്റെ വീഡിയോകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകൾ പ്രയോജനകരമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകളിലോ ഒക്കെ ഷെയർ ചെയ്താൽ അത് നന്നായിരിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യാം. അപ്പോൾ അത് എളുപ്പം കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അങ്ങനെ സംശയങ്ങളൊക്കെ മാറ്റാനൊക്കെ പറ്റും. അത് പലർക്കും ഉപകാരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആത്മീയമായിട്ടുള്ള സംശയങ്ങൾ നമ്മളിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ച് വിശ്വസിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നിലവിൽ ലോകത്തിൽ ഇഷ്ടംപോലെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചാനലുകളും ധാരാളം ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ പലത് കേട്ട് കഴിയുമ്പോൾ പലവിധ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതിന് പറ്റിയ മറുപടികളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുമായിരിക്കും ഞാൻ എന്ന് എപ്പോഴും ഇങ്ങനെ എടുത്തു പറയുന്നത് എന്തിനാണ്. ഞാനത് പറയുന്നത് പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയും അയാളെ കണ്ടുപഠിക്കുക, ഇയാളെ കണ്ടുപഠിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പൗലോസ്ലിഹ പറയുന്നത് എന്താണ്? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്നാണ്. ശരിക്കും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ പൗലോസ്ലിഹ പറയേണ്ടത് ഇപ്രകാരമാണ്. അതായത് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുവിൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ പൗലോസ്ലിഹ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ്ലിഹയ്ക്ക് അറിയാം പൗലോസ്ലിഹ പോകുന്നത് കറക്റ്റായിട്ടുള്ള വഴിയെ തന്നെയാണെന്നും അത് കറയറ്റ ജീവിത മാതൃകയാണെന്നും പൗലോസ്ലിഹയ്ക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പൗലോസ്ലിഹ അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്ന് എപ്പോഴും ഇടയ്ക്ക് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം ഞാൻ കടന്നു വന്ന വഴികളാണിത്. ഇത് പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എന്നൊക്കെ എടുത്തു പറയുന്നത്. തന്നെയുമല്ല, ഞാൻ ആത്മീയ കാര്യങ്ങൾ ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ആത്മീയമായിട്ടുള്ള അറിവിന് വേണ്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ അതിനൊന്നും കൃത്യമായിട്ട് മറുപടികൾ പൊതുവേ മനുഷ്യരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ഒരു 90% കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ നമ്മളീ പറയുന്ന പല കാര്യങ്ങളും അനുഭവങ്ങൾ അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്പർശിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് എല്ലാവരും ചോദിക്കും. അവിടെ ഒന്ന് തൊട്ടതെന്നും കൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. തൊട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുമുണ്ട്. സ്പർശനത്തിലൂടെ ആത്മാവ് നമ്മളിലേക്ക് പകരും. ദീക്ഷ എന്നൊരു കാര്യമുണ്ട്. ദീക്ഷ അതായത് അനുഗ്രഹം നൽകുക എന്നാണ്. ഒരാൾ അയാളുടെ അനുഗ്രഹം നൽകുന്നത് തൊടുന്നതിലൂടെയാണ്. ദീക്ഷകൾ അല്ലെ അനുഗ്രഹങ്ങൾ നൽകുന്നത് പല രീതിയിലുണ്ട്. അതായത് നോട്ടത്തിലൂടെ, ശബ്ദത്തിലൂടെ, സ്പർശനത്തിലൂടെ, അങ്ങനെ പല രീതിയിൽ ഈ അനുഗ്രഹങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ. ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ഒരാൾക്ക് പകർന്നു നൽകുന്ന അനുഗ്രഹിക്കലാണ് ദീക്ഷ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഒരു കാലത്ത് ഞാൻ അന്വേഷിച്ചിരുന്നതാണ്. പഴയ നിയമത്തിലൊക്കെ കാണാം, അവിടെയുള്ള വസ്തുക്കളെ സ്പർശിക്കരുത് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ പല സംശയം. അത് മനുഷ്യരോട് ചോദിച്ചാൽ ഇതൊന്നും മനസ്സിലാകുകയില്ല.
ഇത് പരിശുദ്ധാത്മാവ് പരിശീലിപ്പിച്ച് പഠിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് പറ്റിയ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന കാര്യം പ്രയോജനകരമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെയുള്ള ആത്മീയ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ, എല്ലാവരും ഇതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. അപൂർവം ചിലരുണ്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വരുന്ന വലിയ ആത്മീയ മുത്തുകളായി മാറുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.